വേറെ പേഴ്സണലായിട്ട് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇല്ലല്ല, ഇതൊരു ആഗ്രഹം തന്നെ. സിനിമ തന്നെ വാഴ 2 ഹിറ്റ് ആവണമെന്നാണ് നമ്മുടെ കല്യാണം കഴിക്കുന്നത്. അതൊരു ആഗ്രഹമാണ്. അത് ഇവന്റെ കാര്യം ഇവൻ പറഞ്ഞ ആഗ്രഹം എനിക്കുള്ളതാണ്. കല്യാണം കഴിക്കണം. പുള്ളിയൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയി. സ്പോട്ടില് സ്ക്രിപ്റ്റ് കിട്ടി അപ്പൊ തന്നെ നോക്കുന്നു. അല്ല, ആദ്യം സിനിമ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മൊത്തം പഠിച്ചു. അങ്ങനത്തെ പരിപാടി ഇല്ല. എല്ലാ ദിവസവും ഷൂട്ടിന്റെ തലേ ദിവസം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ഡയറക്ടർ വരും, നമ്മൾ ആരൊക്കെയാണ് ആ സീനിലുള്ളത് നമ്മളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യും. കാരണം ഇത് കുറച്ച് ഇപ്പൊ സ്കൂളുണ്ട് നാട്ടിൽ തന്നെ, കുറച്ച് എല്ലാവരുടെയും വീട്, സ്കൂള്, പിന്നെ ജോർജിയ, ദുബായ്, കുറച്ച് വലിയ ക്യാൻവാസിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പുള്ളി നമ്മളെന്തെങ്കിലും സീൻ ഇങ്ങനെ പറഞ്ഞ സീൻ തെറ്റിക്കുകയാണെങ്കിൽ പുള്ളി ഒരു വരവ് വരും. ചീത്ത വിളിക്കുകയാണെന്ന് മനസ്സിലാകുമ്പോൾ അപ്പോഴേ തിരിഞ്ഞൊന്നും സംസാരിച്ചുള്ളൂ ഇതാ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാരെ കൂടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചോ, ചിലപ്പോൾ സ്കൂളിലെ കൊച്ചു പിള്ളേരൊക്കെ പിള്ളേരൊക്കെ കാണുമ്പോഴത്തേക്കും വഴക്ക് പറയുന്ന അവർ കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച ആൾ വരുന്നതിന് നമ്മൾ അങ്ങോട്ടില്ല. അത് അവർ കേൾക്കണ്ടെന്ന് അവിടെ പോയി സംസാരിക്കാൻ നോക്കും. ഇവിടെ വന്ന് വിളിക്കുന്നത് എന്തിനാന്ന് വിചാരിച്ചു. അപ്പൊ ആ ഒരു കണക്ഷൻ കൊണ്ട് പിന്നെ നമ്മൾ 4 പേര് അഭിനയിക്കുമ്പോഴത്തേക്കും സീരിയസ് സീനൊക്കെ ആകുമ്പോഴത്തേക്ക് ചിരിക്കാനേ സമയം കാണത്തുള്ളൂ. അയ്യോ ചേച്ചി കാണുന്ന പോലെ പ്രായം ഉണ്ടെന്ന്. എത്ര പ്രായം ഉണ്ടെന്നാലും 22 വയസ്സുണ്ട്. അതൊരു വലിയ പ്രായമായതുകൊണ്ടും ജീവിതാനുഭവം കൂടുതലുള്ളതുകൊണ്ടും ഒന്നും പറയാനില്ലെന്ന്. അല്ല, അപ്പോൾ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി ഒരു PG ഒക്കെ ചെയ്ത് PG ഡിഗ്രിക്ക് മുകളിൽ പോകത്തില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് അഡീഷണൽ കോഴ്സും PG ചെയ്യത്തില്ലെന്നോ? ഇനി ഡിഗ്രി വരെ മതി. അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്താണ്. ഡിഗ്രിക്ക് മുകളിൽ പഠിക്കുന്നത് പിന്നെ വല്ല കോഴ്സ്. ഹലോ എവരിവൺ, വാഴ 2 വിശേഷങ്ങളുമായി സിനിമയുടെ ടീം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഹായ് ഗൈസ്. ഓക്കെ, വാഴ 2 നമുക്ക് ഏറെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എന്താണ് നിങ്ങളുടെ ഒരു ഫീലിംഗ്? എക്സൈറ്റഡ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു നമസ്കാരം. അത് അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. എന്നെ അറിഞ്ഞിടാത്തവർക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ അലൻ. അറിയാവുന്നവരും കാണും, അറിഞ്ഞിടാത്തവരും കാണും. ഇച്ചിരി അഹങ്കാരായി പോയില്ലാന്ന് തോന്നുന്നില്ല. ഇല്ല, അഹങ്കാരമല്ല. നമ്മള് ചില അറിഞ്ഞിടാത്തവരും കാണും നമ്മളെ. തോന്നുന്നില്ല, അറിഞ്ഞിടാത്തവരും ഉണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണ അങ്ങനെ വരുന്ന സമയത്ത് ഇവൻ ആരാന്നൊരു കമന്റ് വരും. ഞാൻ നിങ്ങളുടെ ഒന്നും ഇതിന് താഴെ കമന്റ് കണ്ടിട്ടേ ഇല്ല. അല്ല, കമന്റ് വരാറുണ്ട്. ഇല്ല, അത് കാണാത്തോണ്ടായിരിക്കും. ഇല്ല, ഞാൻ നോക്കാറുണ്ട്, എല്ലാ കമന്റ്സും നോക്കാറുണ്ട്. അല്ലല്ല, വരാറുണ്ട് സീരിയസ്ലി. അതുകൊണ്ടാ പറഞ്ഞു. അപ്പൊ മനസ്സിലായിണ്ടാവും. അതുകൊണ്ടാ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അലൻ. അപ്പോൾ വാഴ 2 വിശേഷമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. വാഴ 2 ഏപ്രിൽ 2 റിലീസാണ്. എല്ലാവരും പോയി കാണും. 1 മിനിറ്റിൽ തീർന്നു പരിപാടി. പറയട്ടെ, ഐ എം എക്സൈറ്റഡ്. ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. കാര്യം ഞങ്ങൾ ഇതുവരെ പടം ഫുള്ളി ഷൂട്ട്, ബാക്കപ്പായി, മ്യൂസിക്കായി, ഡബ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വെയിറ്റിംഗ് ആണ് പടം കാണാൻ വേണ്ടിയിട്ട്. തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് ഷോ കാണണമെന്നാണ് ആഗ്രഹം. എവിടെ നോക്കി പറഞ്ഞു? ക്യാമറ നോക്കി. ജനങ്ങളുടെ അടുത്ത് പറഞ്ഞതാ. ഇവിടെ ഒരാളിരിപ്പുണ്ട്, ഇങ്ങോട്ട് നോക്കുന്നേ. ഞാൻ ഓഡിയൻസിന്റെ അടുത്ത് പറഞ്ഞ അപ്പൊ കറക്റ്റ് ആയില്ലേ? ഓക്കെ, ഇതാണ് വിശേഷം, വാഴയുടെ വിശേഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഏകദേശം എത്ര നാളെ ഷൂട്ട് ചെയ്തിട്ട്? ഒരു 1 ഇയർ, 115 ദിവസം എണ്ണി വെച്ചേക്കുന്നു. ഷൂട്ട് അല്ല, ഷൂട്ട് തീർന്നിട്ട് ഇപ്പൊ എത്ര നാളായി? 1 വർഷം ആകുമോ? ഷൂട്ട് തീർന്നില്ലേ? തുടങ്ങിയിട്ട് ഷൂട്ട് ഇത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. വാഴ 2 ലോക്കാവുന്നത് 2024 സെപ്റ്റംബർ ആ സമയത്താണ് ഇറങ്ങി. ഓഗസ്റ്റിലാണ് റിലീസായത്. വാഴ 1 സെപ്റ്റംബറിലാണ് ഇത് ഏകദേശം ലോക്കായത്. 2 ചെയ്യണം. ഐ മീൻ ഫസ്റ്റിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് എപ്പോൾ തുടങ്ങണം എന്നുള്ളത് സെപ്റ്റംബർ ആ സമയത്താണ് നമ്മൾ ലോക്കായത്. ആ ഒരു സമയം തൊട്ടേ നമ്മൾ ഇതിന്റെ പിറകെയാണ്. നമ്മൾ ഈ പടം, നമ്മളൊരു പടമാണ് വരാമോ, നമ്മൾ ഇതിന്റെ കൂടെയാണ്. വേറെ ഒരു പ്രോജക്റ്റ് നമ്മൾ ലോക്കായിട്ടില്ല. ഇതാണ് നമ്മൾ ഫുള്ളി ഫോക്കസ് ചെയ്ത് ഇരുന്നത്. അപ്പം ഓൾമോസ്റ്റ് പറഞ്ഞാൽ 1 വർഷമായിട്ട് നമ്മൾ വാഴ 2 കൂടെയാണ്. അതൊരു വലിയ സംഭവമായി തീരട്ടെ എന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ ബ്രോ, ഈ പോസ്റ്ററിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര കുറച്ചുകൂടെ ഒരു കുഞ്ഞായ, ഒരു +2 പഠിക്കുന്ന, +1 പഠിക്കുന്ന ഒരു കുഞ്ഞു പയ്യൻ. അപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോൾ താടിയൊക്കെ വന്നപ്പോ കുറച്ചുകൂടെ ഒക്കെ. അപ്പൊ അത് നോക്കുമ്പോ ഏതാ ഇഷ്ടം? പേഴ്സണലി ഏതാ ഇഷ്ടം? എനിക്ക് അതാണ്. ഇതാണോ ഇഷ്ടം? ആണോ? ഓക്കെ, അങ്ങനെ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമറക്കകത്ത്? അത് കുഴപ്പമില്ലായിരുന്നു. ആദ്യം എനിക്ക് ഇഡലി എന്നൊക്കെ പേര് വന്നു. ഇഡലി. അതിനുശേഷം പിന്നെ അതുമായിട്ട് അങ്ങ് സിങ്ക് ആയി, കുഴപ്പമില്ലാതെ സെറ്റായി അങ്ങ് പോയി. ഓക്കെ, ഇവരുടെ കൂടെയൊക്കെ എങ്ങനെ പിടിച്ചു നിന്നു? ഭയങ്കര ഷൈ ആണ്. എന്റെ വീടിനടുത്തുള്ളതൊക്കെ ആയിരുന്നു. അപ്പൊ പരിചയം വരുന്നു. അല്ല, ഞാൻ ഇവനെ എന്റെ വീടിന്റെ അടുത്തുള്ളതാണ്. പക്ഷെ ഇവൻ വീഡിയോ ചെയ്യുന്ന വേറൊരു ആൾക്കാർ, വേറെ ടീമായിട്ടാണ്. നമ്മള് രണ്ടുപേരാണ്. ഒരു ആശിറാജ്, വിനയ്, കൊച്ചി ലെവലിൽ ഞാൻ അവനെ കാണുന്നതാണ്. പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. ആ ഒരു പിന്നെ പരിചയം ഇല്ലാതെ പെട്ടെന്ന് പടത്തിൽ നിന്ന് പരിചയപ്പെട്ടത്
ദേവരാജിനെയാണ്. പക്ഷെ ആ ഒരു കണക്ഷൻ ഉണ്ട് നമ്മൾ തമ്മിൽ, മനസ്സിലായി? അതാ ആ കണക്ഷനെ പറ്റി ഒന്ന് പറയാവോ? അതൊരു വല്ലാത്ത എക്സ്പെക്ട് ചെയ്യാതെയാണ് ഇവരെ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, വർഷങ്ങളായിട്ട് ഇവരുടെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വാഴ 2 വിചാരിക്കുന്നില്ല, നമ്മൾ വാഴ 1 കാണുമ്പോഴും വിചാരിക്കുന്നില്ല 2ലേക്ക് വിളിക്കാൻ നമ്മളെ വിളിക്കുന്നൊക്കെ. വാഴ 2 എനിക്കൊന്ന് ഷൂട്ടിന്റെ 2 ദിവസം പൂജ തുടങ്ങുന്നതിന്റെ തലേ ദിവസമാണ് എന്നെ വിളിച്ചത്. ബിബിൻ ചേട്ടൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനത്തെ ചെറിയൊരു പരിപാടിയാണ്, നീ വന്ന് നോക്ക്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓൾറെഡി ഇന്നായിരിക്കുകയാണ്, കാരണം വാഴ 1 കണ്ട് നമ്മൾ ഭയങ്കര സെറ്റ് ആയിരിക്കുമല്ലോ. ഇവരാണ് ത്രൂ ഔട്ട് ഇവരുടെ പടമാണെന്നുള്ള പരിപാടി അറിയാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്ത് പിന്നെ 2 ദിവസം കൊണ്ട് സെറ്റായി എല്ലാവരുമായിട്ട്. എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ള അജിനായിട്ടാണ്. അപ്പോൾ അജിനായിട്ട് പെട്ടെന്ന് സെറ്റായി. ഇവരെല്ലാവരുമായിട്ട് നമുക്ക് സ്കൂളിലെ കുറേ സീൻസ് ഉണ്ട്. കൊള്ളാം, അടിപൊളി പരിപാടിയായിരുന്നു. നിങ്ങളുടെ പഴയ സ്കൂൾ കാലങ്ങളൊക്കെ ഓർമ്മ വന്നോ? ഓർമ്മ വന്നു വെച്ചാൽ മിസ് ചെയ്തതൊക്കെ തിരിച്ചു കിട്ടിയ ഒരു ഫീല്. ഈ യൂണിഫോം ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, യൂണിഫോം ഒക്കെ ഇട്ട് വീണ്ടും പിള്ളേരുടെ ഇടയിൽ ആ ഒരു 10, 20, 25 ദിവസം ഭയങ്കര രസമായി. പെട്ടെന്ന് തീർന്നുപോയി. ഓക്കെ. അല്ലെങ്കിൽ ബ്രോസിന്റെ കഥയാണ് പറയുന്നത്. നേരത്തെ കുറച്ചുകൂടെ ഫ്രണ്ട്സിന്റെ ഒരു സ്റ്റോറി ആയിരുന്നല്ലോ. അപ്പൊ ബ്രോസിന്റെ ഒരു സ്റ്റോറി വരുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് പ്രത്യേകതകളുള്ളത്? കുറച്ചുകൂടെ റിലേറ്റബിൾ ആണ്. അത് നേരത്തേത് അച്ഛൻ, മകൻ, പിന്നെ സുഹൃത്ത്, ഇതില് കുറെ കൂടെ സഹോദരങ്ങളുടെ കുറെ ബന്ധം പറയുന്നുണ്ട്. എല്ലാവർക്കും റിലേറ്റബിൾ ആവും. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിലുപരി ചിലപ്പം ബ്രോസിന്റെ ആയിരിക്കും എല്ലാവർക്കും സഹോദരങ്ങളുടെ ഒരു കണക്ഷൻ വരും, മാതാപിതാക്കളുടെ ഉണ്ട്. അതിനേക്കാളും ബ്രോസിന്റെ ആണ് ആ പേര് പോലെ. വാഴ 2 ബയോപിക് ഓഫ് വില്യം ബ്രോസിന്റെ ആ പേര് പോലെ തന്നെയാണ് പടം മൂവ് ചെയ്യുന്നത്. നല്ല റിലേറ്റബിൾ ആവും എന്ന് വിചാരിക്കുന്നു. ഈ നിങ്ങളുടെ ആൺപിള്ളേർക്ക്, അതായത് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ബിസിനസ് പ്ലാൻസ്, നിങ്ങൾ ചായ കുടിക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻസ് ആയിരിക്കും. നിങ്ങളുടെ ബിസിനസ് പ്ലാൻസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും? അതായത് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യും, നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ എന്തായാലും സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങളിപ്പോ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവുന്നതിന് മുൻപ് നിങ്ങളുടെ ഒരു പ്ലാൻ എന്തൊക്കെയായിരുന്നു? ഓരോരുത്തരായിട്ട് പറഞ്ഞു, അതായിരിക്കും നല്ലത്. അല്ല, അങ്ങനെ ബിസിനസ് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും സിനിമയൊക്കെ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. പ്ലാൻ ചെയ്യാനുള്ള സമയം ആവുന്നു. പടത്തിലും കയറി. ചെറുതിലെ മുതലേ സിനിമയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോ സിനിമ എത്തുമെന്ന് അറിഞ്ഞില്ല. പിന്നെ ഇവര് വാഴയിലൊക്കെ സമയത്ത് ബന്ധുമിത്രാദികളായിരുന്നു. പിന്നെ ഇവര് ഫസ്റ്റ് വാഴയിൽ വന്നപ്പോ അപ്പൊ ഇതുവഴി ഇങ്ങനെ സിനിമയിലൊക്കെ എത്താലോ എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവരങ്ങനെ ഒത്തിരി നാൾ ആലോചിക്കേണ്ടി വന്നില്ല. ഓൾറെഡി ആ സമയത്ത് ഫോണും എല്ലാം ഓക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കയറി വരാൻ പറ്റിയില്ലേ? ചെറുതിലെ ഒരുപാട് ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്, ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അച്ഛന് ഇങ്ങനെ സിനിമയിലൊക്കെ പോകണമെന്ന് പണ്ട് ആഗ്രഹമായിരുന്നു. അപ്പൊ അച്ഛൻ ഒരുപാട് ഓഡീഷനിലൊക്കെ കൊണ്ട് പോയിട്ടുണ്ട്, അതൊന്നും കിട്ടില്ല. പിന്നെ അത് ഞാൻ കളഞ്ഞായിരുന്നു. പിന്നെ വീഡിയോ എനിക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടു തുടങ്ങിയതാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. നീ ആദ്യമായിട്ടല്ലേ അത് അറിയുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. എനിക്കറിയത്തില്ല ഓഡീഷന് പോയിട്ടുള്ളായിരുന്നു. അന്നേരം തോന്നിയാരോ സിനിമ നമുക്ക് ശരിയാവില്ല? പിന്നെ ഓഡിഷനൊന്നും കിട്ടാതൊക്കെ അപ്പൊ പിന്നെ എല്ലാരും പറഞ്ഞു അച്ഛൻ്റെ അടുത്തൊക്കെ അതൊക്കെ പൈസ കൊടുത്താലേ കിട്ടുമോ, അത് അങ്ങനത്തെ ഇതൊക്കെ പൈസ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു വിളിച്ചിട്ട് ഇത്ര രൂപ തരാണെങ്കിൽ വിളിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോ നമ്മള് ബാക്കായി. സ്കാം കുറെ വരുന്നുണ്ട്. അല്ല, സ്കാം അല്ല, ഇത്ര രൂപ തന്ന റോള് തരാം എന്നൊക്കെ പറയുന്ന സെറ്റപ്പ്. അത് ഒറിജിനലി അങ്ങനെ കിട്ടും. പണ്ട് ഞാനൊരു 5-ലൊക്കെ പഠിക്കുമ്പോ 5 പഠിക്കുമ്പോ ഞാൻ പറഞ്ഞു ചെറുതിലാണ് അച്ഛൻ ഓഡിഷനിലൊക്കെ കൊണ്ടുപോയത്. പിന്നെ അതിനൊക്കെ ശേഷം പിന്നെ അത് കളഞ്ഞു. ഞങ്ങൾ പറ്റില്ല എന്നായി, പ്രായമായി, ഇനി കിട്ടില്ല, അങ്ങനെ എല്ലാരും പറഞ്ഞു. ഞാൻ പിന്നെ അതും കിട്ടും. അങ്ങനെയാണ് വീഡിയോസ് വന്ന് ലാസ്റ്റ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. നമ്മുടെ സ്റ്റോറി ഇതാണ്. ഇവിടുത്തെ ബിസിനസ് പ്ലാൻ എന്തായിരുന്നു? ബിസിനസ് പ്ലാൻ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മയില്ല. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് മിണ്ടുമ്പോ അങ്ങനെ പ്ലാൻ വരാറില്ലേ? പ്ലാൻ ചായക്കട ഇടുന്നത് എല്ലാവരുടെയും പ്ലാനാണ്. നമുക്കും ഉണ്ടായിരുന്നു. അതെല്ലാരും പ്ലാനിലുള്ളതാണ്. അല്ലാതെ എനിക്ക് ബിസിനസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയാൻ വയ്യ. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം. സിനിമ അങ്ങനെ അത് ലക്ഷ്യം വെച്ച് ഇറങ്ങിയതൊന്നുമല്ല. സിനിമ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ തുടങ്ങിയത് സിനിമയ്ക്ക് വേണ്ടിയല്ല, അല്ലാതെ തുടങ്ങി. പിന്നെ അല്ല, നമ്മൾ ആരും സിനിമയ്ക്ക് വേണ്ടി, നമ്മളുടെ ഒരു സ്റ്റോറി തുടക്കം തന്നെ അതാണോ? നമ്മൾ 4 പേരും വീഡിയോ ചെയ്ത് തുടങ്ങിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല. സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യുമല്ലോ, കാരണം സിനിമയിലേക്ക് എത്താനുള്ള ഒരു ഒരിക്കലും കുറ്റം പറയാനും പറ്റത്തില്ല. കാര്യം അവർക്ക് അതാണ് അവരുടെ കഴിവ് കാണിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം. സോ അവരത് ചൂസ് ചെയ്യും. മുമ്പായിരുന്നെങ്കിൽ സ്കൂൾ കലാവേദികളായിരിക്കും കുറച്ചുകൂടെ ആൾക്കാർ എടുക്കുന്നത്, നാടകത്തിൽ നിന്നായിരിക്കും. ഇപ്പം ആൾക്കാർക്ക് അവരുടെ കഴിവ് കാണിക്കാൻ ഒരുപാട് പേരുണ്ട് സിനിമയിൽ. ഇപ്പം റീൽസ് വഴി വന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളും അങ്ങനെയാണ് വന്ന. അപ്പം അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് റീൽസ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ കഴിവ് ഞങ്ങൾ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഞങ്ങളെ ചൂസ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് എന്ന് പറയുന്ന ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലേ? ഒരുപാട് പേർക്ക് കാണാം.
കണ്ട് അപ്പൊ അവിടെ ചായക്കടയായിരുന്നു നമുക്ക് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ഒരുപാട് ബിസിനസ് പ്ലാൻസ് ഉണ്ട്. എണ്ണി പറയണം നമ്മൾ. എണ്ണി പറഞ്ഞാൽ ഒരുപാട് ഞാൻ ഓരോരോ ആഗ്രഹങ്ങളായിട്ടാണ് ഇവിടെ എത്തിയത്. ഞാൻ ആക്ച്വലി സിനിമ മോഹിച്ചു വന്നതല്ല. ആദ്യമൊക്കെ ജോലി ചെയ്ത് എങ്ങനെയും സെറ്റിൽ ആവണം, പഠിച്ച് സെറ്റിൽ എന്താ ആവണം. പഠിച്ചേ? ഞാൻ BBA ആണ്, ഗ്രാജുവേറ്റ് ആണേ. ബിസിനസ് ഓക്കെ. അല്ല, അത് വേറെ രസം എന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു +1 +2 കഴിഞ്ഞിട്ട് എന്തിനു പോകണമെന്ന്. വീട്ടില് 2 ചേട്ടന്മാർ എഞ്ചിനീയർമാരായോണ്ട് ചേട്ടന്മാരാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, നീ വേറൊരു കോഴ്സ് എടുക്കുന്ന പറഞ്ഞിട്ട് അവരാ പറഞ്ഞ BBA എടുക്കുക, നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ 3 എഞ്ചിനീയേഴ്സ് വേണ്ട. അതുകൊണ്ട് എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എയറോനോട്ടിക്കൽ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ ചേട്ടന്മാരായി. അല്ല, അവര് സിവിലും പിന്നെ ഒരാള് എന്താ മെക്കോ വേറെ ഏതോ ഒന്നായിരുന്നു, മറന്നുപോയി. അപ്പൊ അങ്ങനെയാണ് ഞാൻ BBA. അപ്പൊ BBA പഠിച്ചപ്പോഴത്തേക്കും ബിസിനസ്സിലോട്ടൊരു ചായ്വ് സ്വാഭാവികമായിട്ട് വന്നു തുടങ്ങി. അപ്പൊ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു നമ്മള് കൂട്ടുകാരന്മാരെല്ലാരും കൂടെ ഫാം ഇടാൻ നോക്കി. അതൊരു ചിരിക്കുന്ന അതൊരു ഇതായോണ്ടല്ല കേട്ടോ, ഞങ്ങൾ ആ സമയത്ത് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ രസം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ സാറും ചേർന്നു. സാറും കൂടെ ചേർന്നു. നല്ല ഐഡിയ ആണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് എന്റെ ഒരു വസ്തു, എന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ നിങ്ങളങ്ങ് പരിപാടി തുടങ്ങും, ബാക്കി ഞാൻ ചെയ്തോളാം. അതായിരുന്നു ഞങ്ങളെ തുടക്കത്തിലൊരു ഇത് വന്നത്. ഫാം തുറന്നില്ല, അതിനു മുമ്പേ വേറെ രീതിയിലോട്ട് നമ്മൾ പിന്നെ പ്ലാൻ ചെയ്തതാണ്. പിന്നെ അതുപോലെ റീൽസിലോട്ട് പിന്നെ വന്ന് പിന്നെ സിനിമയിലോട്ടായി. അപ്പോഴും ബിസിനസ് ഒക്കെ കംപ്ലീറ്റ്ലി വിട്ട്. ഫാമിന്റെ ആഗ്രഹം എവിടെയെങ്കിലൊക്കെ കിടക്കുന്നുണ്ടോ? ഭാവിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇപ്പൊ അങ്ങനെ ഉള്ളിലൊന്നും ഇല്ല. അത് ആ സമയത്തെ ഒരു ഇതിൽ ബിസിനസ് ഐഡിയാസ് ഒരുപാടുണ്ട്. പക്ഷെ അത് ഭാവിയിലല്ലേ അജിൻ, എപ്പോഴെങ്കിലും നമ്മൾ ചെയ്താൽ ആയില്ലെങ്കിൽ ഇല്ല, സിനിമ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. ഇവിടെ ബിസിനസ് പ്ലാൻ എല്ലാരും പോലെ എല്ലാ ദിവസവും ഓരോ പുതിയ ബിസിനസ് പ്ലാൻ ആയി വരുന്ന ഒരു സംഭവം പറഞ്ഞാൽ മതി. നമ്മൾ നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടിട്ട് കുറേ ബിസിനസ് പ്ലാൻസ് ഉണ്ട്. പക്ഷെ ആഗ്രഹിച്ച ഒരു സാധനം സിനിമ ഫീൽഡ് തന്നെ, സിനിമ സംതിങ് റിലേറ്റഡ് ടു ആർട്ട് തന്നെയായിരുന്നു പണ്ട് മുതലേ. കാരണം ഞങ്ങൾ ചെറുപ്പം മുതൽ, ഞാൻ യുറേക്ക സ്റ്റോറീസ് നമ്മുടെ ചാനൽ, എൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് തുടങ്ങിയത് എല്ലാവരും എൻ്റെ കൂടെ ചെറുപ്പം മുതൽ പഠിക്കുന്നവരാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, ഇതിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും. അപ്പം ഞങ്ങൾ ചെറുപ്പം മുതൽ സ്കൂളിലൊക്കെ നാടകം ചെയ്യും, ഞങ്ങൾ പുറത്തുപോയി ബാലേസ് ചെയ്യുമായിരുന്നു, ഇത് കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ ഇത് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ, കാരണം എല്ലാവർക്കും ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പം മുതലേ ഉണ്ട്. നമ്മളൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ സ്കൂൾ ഡ്രാമ, ജില്ലാ കലോത്സവം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും കോമൺ ഇൻട്രസ്റ്റ് ഉള്ളത് അഭിനയം, സിനിമ അല്ലെങ്കിൽ നാടകം. അപ്പം ഇത് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സിനിമ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അന്നിപ്പോൾ നടക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അന്ന് അങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ സിനിമ റിലേറ്റഡ് തന്നെയാണ് നമ്മുടെ ബിസിനസ് പ്ലാൻസ് ഒക്കെ എപ്പോഴും. ഇപ്പം അങ്ങനെ ചാനൽ തുടങ്ങിയതൊക്കെ ശരിക്കും ആ ഒരു പ്ലാനിൻ്റെ ഒരു സിനിമയിലേക്കുള്ള ഒരു എൻട്രി എന്നുള്ള രീതി, അല്ലെങ്കിൽ അഭിനയത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാണ്. നല്ല ആക്ടറാണ് കേട്ടോ, നല്ല അത് കൂടെ അഭിനയിച്ചപ്പോഴാണോ അതോ റീൽസ് കണ്ടിട്ടാണോ ഈ അഭിപ്രായത്തിലേക്ക്? റീൽസ് ആയാലും റീൽസ് അല്ല, അല്ല നല്ല ഫൈനസ്റ്റ് ആക്ടർ ഇൻ മലയാളം ഇൻഡസ്ട്രി എന്നാണ് വരുന്ന, അങ്ങോട്ട് നല്ല പടങ്ങൾ ചെയ്യാനിരിക്കുക. നമ്മൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞാലാണ് ആളുകളിലേക്ക് അത് എത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാക്സിമം അല്ല, പക്ഷേ അത് ഇത് സീരിയസ് ആണ്, നല്ല ആക്ടർ. ഞാൻ നല്ല സീനൊക്കെ ചെയ്തതെല്ലാം നല്ലതാണ്. ഏറ്റവും സ്ട്രഗിൾ ചെയ്തൊരു സീൻ ഏതായിരിക്കും, അല്ലെങ്കിൽ ചിരിച്ചു പോയൊരു സീൻ ഏതായിരിക്കും? ഇവന്മാരോട് ചെയ്ത ചിരിയേ വരത്തുള്ളൂ. സീരിയസ് സീനായാലും ഇപ്പൊ എന്തെങ്കിലും സീരിയസ് സീനായാലും ഞങ്ങൾക്ക് ആ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ടേ നമ്മൾ വേറെ നമ്മളെ പിന്നെ ഇവനും ആ കണക്ഷനിൽ വന്നപ്പോ ഇവന്റെ കൂടെ നിൽക്കുമ്പോഴേ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴൊക്കെ ചിരി വരും. അതെങ്ങനെയെങ്കിലും ഒക്കെയാണ് പുള്ളി ഇതീതും ചിരിയായിരിക്കും. പുള്ളി ഇതീതും ചിരിയായിരിക്കും. പുള്ളി ഭയങ്കര രസമാണ്. ഡയറക്ടർ സവിൻ സാ പുള്ളി അടിപൊളിയാ. ആള് വേറൊരു ബോണ്ടാ നമ്മളായിട്ട്, ഒരു ബ്രദർലി ഫ്രണ്ട്ലി ആ ഒരു ഫീലാ. ഒരു കൂൾ ഡയറക്ടർ, കൂൾ ഡയറക്ടറാ, അടിപൊളിയാ. പുള്ളി ആ ഒരു നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ചീത്തയൊക്കെ വിളിക്കൂലേ, ചിലപ്പോ പുള്ളിയുടെ കയ്യിൽ മൈക്കായിരിക്കും ഇരിക്കുന്നത്, ആ മൈക്കിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ ചീത്ത വിളിക്കുന്നത്. പിന്നെ പുള്ളി നമ്മളെന്തെങ്കിലും സീൻ ഇങ്ങനെ പറഞ്ഞ സീൻ തെറ്റിക്കുകയാണെങ്കിൽ പുള്ളി ഒരു വരവ് വരും. ചീത്ത വിളിക്കുകയാണെന്ന് മനസ്സിലാകുമ്പോൾ അപ്പോഴേ തിരിഞ്ഞൊന്ന് സംസാരിച്ചുള്ളൂ, ഇതാ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാരെ കൂടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചോ, ചിലപ്പോൾ സ്കൂളിലെ കൊച്ചു പിള്ളേരൊക്കെ പെൺപിള്ളേരൊക്കെ കാണുമ്പോഴത്തേക്കും വഴക്ക് പറയുന്ന അവർ കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ആൾ വരുന്നതിന് നമ്മൾ അങ്ങോട്ട് ഇല്ലും, അത് അവർ കേൾക്കണ്ടെന്ന് അവിടെ പോയി സംസാരിക്കാൻ നോക്കും, ഇവിടെ വന്ന് വിളിക്കുന്നത് എന്തിനാന്ന് വിചാരിച്ച്. അപ്പൊ ആ ഒരു കണക്ഷൻ കൊണ്ട് പിന്നെ നമ്മൾ 4 പേര് അഭിനയിക്കുമ്പോഴത്തേക്കും സീരിയസ് സീനൊക്കെ ആകുമ്പോഴത്തേക്ക് ചിരിക്കാനേ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം കടിച്ചു പിടിച്ച് എങ്ങനെയെങ്കിലും അതായത് അത് അഭിനയിച്ച് അങ്ങ് സെറ്റ് ചെയ്തെടുക്കും പെട്ടെന്ന്. സ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടൊക്കെ വരൂ? ഞാൻ പഠിക്കും, കാര്യം സമയം കളയാൻ നമുക്ക് സമയം കളയാൻ സമയമില്ല. പറയുമ്പോൾ 115 ദിവസം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്കത് എല്ലാം വളരെ ചുരുക്ക സമയത്തിൽ തീർക്കണമെന്നുള്ളൊരിതുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം നമ്മൾ ഫാസ്റ്റ് ആയിരുന്നു.
നേരത്തെ സ്ക്രിപ്റ്റ് നമ്മളെ AD-മാർ നമുക്ക് അയച്ചു തരും. അപ്പൊ നമ്മൾ രാത്രി ഇരുന്നത് വായിച്ചു നോക്കും. വായിച്ചു നോക്കിയിട്ട് നമ്മളത് പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ആ പറയുന്നതായിരിക്കില്ല നാളെ അവർക്ക് വേണ്ടത് വേറെ രീതിയായിരിക്കും. അപ്പൊ മാറ്റും. അപ്പൊ അത് ഡയറക്ടറിന്റെ അപ്പൊ അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ പഠിച്ചു വെക്കുന്ന അത്ര നല്ല ഡയലോഗ് നമ്മൾ മറക്കത്തില്ല. പ്രിപ്പറേഷൻ ചെയ്തിട്ടാണോ പോവാറുള്ളത്? PDF രാത്രി തന്നെ അയച്ചു തരും. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകും. പിന്നെ അവിടെ സമചേട്ടൻ പറഞ്ഞു തരും ഏത് ടോണിലാണ് പറയേണ്ടത് എങ്ങനെ. അപ്പൊ അത് കണക്ക് പറയും, നോക്കി ചെയ്യും. ഓക്കെ, ഇവിടെയോ പഠിക്കോ? അല്ല, പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയി കാര്യം. സ്പോട്ടില് സ്ക്രിപ്റ്റ് കിട്ടി അപ്പൊ തന്നെ നോക്കുന്നു. അല്ല, ആദ്യം സിനിമ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മൊത്തം പഠിച്ചു അങ്ങനത്തെ പരിപാടി ഇല്ല. എല്ലാ ദിവസവും ഷൂട്ടിന്റെ തലേ ദിവസം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഡയറക്ടർ വരും, നമ്മൾ ആരൊക്കെയാണ് ആ സീനിലുള്ളത് നമ്മളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യും. കാരണം അത് കുറച്ച് ഇപ്പൊ സ്കൂളുണ്ട് നാട്ടിൽ തന്നെ, കുറച്ച് എല്ലാവരുടെയും വീട്, സ്കൂള്, പിന്നെ ജോർജിയ, ദുബായ്, കുറച്ച് വലിയ ക്യാൻവാസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫോട്ടോ കാരണം കുറെ ദിവസം നീണ്ടു പോകുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ ടേക്ക് പോയ ഷോട്ടുകളുണ്ട്. നമ്മൾ പഠിച്ച കൂടുതൽ ഈ ഡയലോഗ്സ് മറന്നു പോകുന്ന ആള് എല്ലാരും മറക്കും അങ്ങോട്ടും അങ്ങനെ ഒരാളുടെ പേര് പറയാൻ പറ്റില്ല. അങ്ങനെ വലുതായിട്ടൊന്നും ടേക്ക് പോയിട്ടില്ല. പക്ഷെ മറക്കും, മറന്നു. അതിപ്പം മിസ്റ്റേക്സ് വരും. ചിലപ്പോൾ നമ്മൾ മറന്നുപോയ ഡയലോഗിന് പകരം വേറെ ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഡയറക്ടർ അത് കൊള്ളാം അത് ഇട്ടോന്ന് പറയും. നമ്മൾ കൈ നേടും. നമ്മുടെ സ്കൂൾ സീനിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക അങ്ങനെ പരിപാടി ഇല്ല. നമ്മുടെ ഫണ്ട് വർക്ക് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നിരുന്ന സാധനങ്ങളൊക്കെ വരണം. ആ ഒരു ഫ്രീഡം എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത്. ആ പോസ്റ്ററിൽ കാണുന്ന വാച്ചില്ലേ, അത് അല്ലന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ? അതൊക്കെ തെറിച്ച് ആ വാച്ചൊക്കെ ഒരു ആക്ഷൻ സീക്വൻസിൽ അത് ഫൈറ്റ് സീനിലൊക്കെ അത് എന്തോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാധാരണ ഈ ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഏതെങ്കിലും കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കിട്ടിയായിരുന്നു അവിടെ നിന്ന്? പാൻസ് എടുത്ത് എന്തോ ജീൻസിന്റെ ഒരു സോക്സ് ഞാൻ എടുത്ത അല്ല അങ്ങനല്ല, പാന്റ് അത് നല്ല അടിപൊളി പാൻസ് ആയിരുന്നു. പിന്നെ നമ്മളെ കോസ്റ്റ്യൂം ഡിസൈൻ അശ്വതി ചേച്ചി നല്ല നമ്മളായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. ചേച്ചി ചോദിച്ചോടനെ ചേച്ചി പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇടുകയും ചെയ്തത്. ഇന്നലെ എന്തോ പരിപാടിക്ക് ഇട്ടുണ്ട്. To be frank, ഞാൻ എടുത്തത് നമുക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ, അതെടുത്തോണ്ട് വരുന്നതിനകത്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതാണോ മൈക്ക് എടുത്തോണ്ടെന്ന് പറഞ്ഞു? മൈക്കോ? അത് ഇവര് പോകുമ്പോ ഒന്ന് സൂക്ഷിച്ചോക്കണം. ഈ പ്രണയം സീൻസ് വരുന്നുണ്ടോ? നിങ്ങൾ അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ അറിയാൻ വേണ്ടി. അല്ല, അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അത് പടം കാണുമ്പോൾ രസകരമായിരിക്കും. അപ്പൊ നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു ത്രില്ല് പോകണ്ട. പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല. പടത്തിലല്ലേ ചോദിച്ചത്? പടത്തിൽ സിനിമ പിന്നെ പടത്തിൽ ജീവിതത്തിൽ പ്രണയമുണ്ടോ? ജീവിതത്തിൽ പ്രണയിക്കാത്തതായിട്ട് ആരാ ഉള്ളത്? നമുക്കൊരു വ്യക്തിയോട് മാത്രമല്ല, എന്തെങ്കിലും ഒരു വസ്തുവിനോട് പ്രണയം. ഈ ഉത്തരം ഇവിടെ വേണ്ട, കേട്ടിട്ടുണ്ട്. പഠിച്ചു വന്നു. ഓക്കെ, അല്ലെ ഈ ഇന്റർവ്യൂവിന് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആയി വന്നിട്ടുണ്ടോ? ഇങ്ങനത്തെ ചോദ്യം അന്ന് സ്വന്തമായി എഴുതിയ ഏതെങ്കിലും വരികൾ ഓർമ്മയുണ്ടോ? ഉണ്ടോ? അല്ലല്ല, ഇല്ല. എഴുതാറുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഞങ്ങളില്ലേ അങ്ങനെ എഴുതുന്നതോ കവിത എഴുതുന്നതോ പടം വരയ്ക്കുന്നതോ പാട്ട് പാടുന്നതോ ഡാൻസ് കളിക്കുന്നതോ ആയിട്ടുള്ള വ്യക്തികളല്ല ഞങ്ങള്. അല്ല, ഇവൻ നാടകത്തിൽ കയറണമെന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങളെ നല്ലൊരു കാര്യം പറയുന്നത്, ഇവൻ ദേവരാജ് നാടകം അഭിനയം ഇഷ്ടപ്പെട്ട് വന്ന ആളാണ്. ഞങ്ങളൊക്കെ ഈ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിന്നുള്ളതിന്റെ അല്ലാണ്ട് കലാപരമായിട്ട് കഴിവുകൾ അങ്ങനെ ഇല്ല. പിന്നെ ഞങ്ങള് രസകരമായിട്ട് റീൽസ് ആൾക്കാരെ ചിരിപ്പിക്കുന്നത് പ്രോഗ്രാമിനൊന്നും പങ്കെടുത്തിട്ടില്ല. അബദ്ധത്തില് ഞാൻ ബാക്ക് ബെഞ്ച് ആയാലും ഫ്രണ്ട് ബെഞ്ച് ആയാലും എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ്. എവിടെ ഇരുന്നാലും ഫ്രണ്ട് ബെഞ്ചിൽ എന്താ എൻജോയ്മെന്റ് ഉണ്ട്. എല്ലാം എൻജോയ്മെന്റാ. അതല്ല, ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട് ബെഞ്ചായാലും ബാക്ക് ബെഞ്ചായാലും എൻജോയ്മെന്റ്. ബാക്കിൽ ഇരുന്നാൽ മാത്രം എൻജോയ്മെന്റ് ഉണ്ടെന്നല്ല, ഫ്രണ്ടിൽ ഇരുന്നാലും അടിപൊളിയാണ്. അതൊക്കെ അറിയത്തില്ല. ഞാൻ എൻജോയ് ഞാൻ നോട്ട് ചെയ്യുന്ന വെച്ചിട്ട് പറയുന്നതല്ല, ഞാൻ എൻജോയ് ചെയ്യും. ഞാൻ എവിടെ ഇരുന്നാലും ഞാൻ എൻജോയ് ചെയ്യും. അതിപ്പോ നിലത്തിരുന്നാലും എൻജോയ് ചെയ്യേണ്ട നമുക്ക് എവിടെ എൻജോയ് ചെയ്യാം. ബാക്ക് ബെഞ്ച് ഒന്നും ഇല്ല. ഞാൻ എന്റെ ഇത് പറഞ്ഞാണ്. നമ്മള് കൂടുതൽ ഈ സ്പോട്ടിൽ അങ്ങനെ ഒരു ത്രെഡ് കൊണ്ടുവന്നിട്ട് അത് ഡിസ്കസ് ചെയ്ത് നാലുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അപ്പം ചെയ്യുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൊബൈലിൽ പോലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കില്ല? നമ്മൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഡയലോഗ്സ് ഒന്നുമില്ല.
അല്ല ഒന്നും പറഞ്ഞ് ഇവിടെ പറയുന്നില്ല. അല്ല അറിയാന്നുള്ള കാര്യം അല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം സത്യം പറഞ്ഞാൽ. പരിപാടി ഇല്ല, അല്ല സ്പോട്ടിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ. അല്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സിനിമ എടുക്കണം എന്നൊരു ഒരു തോട്ട് വന്നിട്ടുണ്ടോ, ഈ അഭിനയം അല്ലാതെ? ഡയറക്ഷൻ ഏറ്റവും കൂടുതൽ താല്പര്യം ആശിറിനാണ്. അവനൊരു പടം ഡയറക്റ്റ് ചെയ്യണം, അവന്റെ രീതിയിൽ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. അതിന് ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. അവൻ ഒരെണ്ണം ചെയ്യണം, കാണണം എന്നൊക്കെ, അതിലൊരു ഭാഗമാവണം എന്നൊക്കെ ഭയങ്കര താല്പര്യം. അവൻ ചെയ്യുന്നെങ്കിലും നമ്മളെ വിളിക്കുന്നൊരു വിശ്വാസമില്ല. അവൻ അല്ലല്ല, അതൊക്കെ അവന്റെ ഇഷ്ടങ്ങളാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അവന്റെ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവന് ഡയറക്ഷൻ ഭയങ്കര താല്പര്യമുള്ള. എനിക്ക് പേഴ്സണലി അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവന്റെ കുറച്ചുകൂടെ കണ്ടന്റ് വൈസ് ആയാലും അവന്റെ ഓരോ കാര്യം, അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ ആലോചിച്ചായിരുന്നു ഡയറക്ഷൻ താല്പര്യമുണ്ടോ? വെരി ഗുഡ്. ഉണ്ടോ? അല്ല, നമ്മുടെ വീഡിയോസ് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് ശീലിക്കുമ്പോൾ ഒരു വലിയ പരിപാടി ചെയ്യണം അത് ചോദിക്കുമ്പോ വിദൂരതയിലേക്ക് കണ്ണും അല്ല, ഞാൻ പെട്ടെന്ന് ആ സിനിമയിലേക്ക് പോയതാണ് ഇവൻ പറഞ്ഞപ്പോ. പെട്ടെന്ന് ഹാഷിറിന്റെ സിനിമയിലേക്ക്. ഏത് ജോണറായിരുന്നു ആ സിനിമ? അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കിയതാ ഇവര് വരുന്ന ഒരു പിന്നെ ഒരു അടിപൊളി സ്ക്രിപ്റ്റ് ഉണ്ട്. ഭാവിയിൽ എനിക്ക് അതിൽ ഭാഗമാകാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ഇവപ്പ് ഇറക്കുന്ന സാധനം. ഫുള്ള് എഴുതി സ്ക്രിപ്റ്റ് ആണോ? ഫുള്ള് ഇവൻ വെറുതെ പറയുന്നതൊക്കെ. അങ്ങനെ ആവട്ടെ, നമുക്ക് പറയാലോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നാളെ ഇപ്പൊ ഈ ആളൻ സംസാരിച്ച് ഏതാണ് ഉള്ളത് ഏതാണ് ഇല്ലാത്തത് ബാക്കി പറഞ്ഞൊക്കെ ബാക്കിയൊക്കെ ഉള്ളതാണ്. ബാക്കിയുള്ള ഇപ്പൊ പറഞ്ഞതൊഴികെ ബാക്കിയെല്ലാം ഉള്ളതാണ്. ഓക്കെ. ആളന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ? നല്ല പടങ്ങളുടെ ഭാഗമാവാന്നുള്ളതാണ് ഇപ്പൊ കറന്റ്ലി ഉള്ള. നല്ല നല്ല പടങ്ങളിൽ അതിൽ മെയിൻ ആവണമെന്നൊന്നും അങ്ങനെയൊന്നുമില്ല. ആ ഒരു പടത്തില് നല്ലത് ചെയ്യാൻ പറ്റിയ അത്രയും വലിയ നല്ല ഹിറ്റ് ആവണം. ഇപ്പൊ ചോദിച്ച വാഴ ഹിറ്റ് ആവണം. അതൊക്കെ നല്ല പടങ്ങളുടെ ഭാഗമാണ്. നല്ല ആർട്ടിസ്റ്റുകളോട് അഭിനയിക്കാൻ പറ്റണം. അത് മാത്രമേ കറന്റ്ലി എനിക്ക് ആഗ്രഹമുള്ളൂ. വേറെ പേഴ്സണലായിട്ട് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇല്ല, ഇതൊരു ആഗ്രഹം. നല്ല സിനിമ തന്നെ വാഴ 2 ഹിറ്റ് ആവണമെന്നാണ് കല്യാണം കഴിക്കണം. അതൊരു ആഗ്രഹമാണ്. അത് ഇവന്റെ കാര്യം എനിക്കല്ല. എന്റെ യവൻ പറഞ്ഞ ആഗ്രഹം എനിക്ക് ഉള്ളതാണ്. കല്യാണം കഴിക്കണം. സിനിമയുടെ നല്ല സിനിമയുടെ ഭാഗമാവുക. പിന്നെ അതൊക്കെ തന്നെ. പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് എടുത്തു ചോദിച്ചപ്പം പറയാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്കും അത് കണക്കിന് നല്ല ഞാൻ ഒരു ചോദ്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ മതി. അപ്പൊ ഇവിടെ അത് തന്നെ, അവിടെ മറ്റേ രണ്ട് വേറെ തീരുമല്ലോ. അത് നേരത്തെ തീർക്കാൻ നോക്കിയതാണ്, തുടക്കത്തിലേ തീർക്കാൻ നോക്കിയതാണ്. അല്ല, സാധാരണ നിങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്നതിനേക്കാൾ ഇന്റർവ്യൂസ് കുറച്ച് ബോറിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴേലും? കുറെ നാൾക്ക് ശേഷം ഇപ്പോഴാണ് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ ഒരൊറ്റ ഇന്റർവ്യൂ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞായിരുന്നു. നിങ്ങൾ ഇന്റർവ്യൂസ് കൊടുക്കാത്ത മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കുറിച്ച് പേഴ്സണലി ഒരു യൂട്യൂബ് ചാനലുണ്ട് നമുക്ക്. അത് മാത്രമല്ല, ഒരുണ്ട് ഒന്നും പറയട്ടെ. അത് മാത്രമല്ല, നമ്മൾ ആദ്യമേ നമ്മളെ കുറിച്ച് എന്താണോ ആൾക്കാർക്ക് അറിയാനുള്ളത് ഒരു ഇന്റർവ്യൂവിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആൾക്കാർ നമ്മളെ കുറിച്ച് പേഴ്സണലി അറിയേണ്ട കാര്യം ആൾക്കാർക്ക് ഇല്ല. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ആണ് അവർക്ക് ഇഷ്ടം. അല്ലാണ്ട് നമ്മൾ എന്ത് പറയുന്നു എന്ത് കേട്ട് അത് ഒരെണ്ണം നമ്മൾ കൊടുത്ത് അവർ ഇന്നതാണ് ഇങ്ങനെയാണ് വന്നത്, അവരുടെ ഫാമിലി ഇങ്ങനെ, ഫാമിലിയുടെ കാര്യം, അവരെന്താണ് ചെയ്തത്, ആ ഇന്റർവ്യൂസ് ഇപ്പോഴും കിടപ്പുണ്ട്, ആൾക്കാർക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. അതിൽ തന്നെ നമ്മൾ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ആൾക്കാരിൽ ഓൾറെഡി ഉണ്ട് നമ്മൾ എന്താണ്. പിന്നെ അവർക്ക് ഏറ്റവും വേണ്ടത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ആണ്. കണ്ടന്റ് വീഡിയോസ് ആണ് അവർക്ക്. കണ്ടന്റ് ആണോ കോണ്ടന്റ് ആണോ? കോണ്ടന്റ്. ഇനി അതിനെ വെച്ച് കീറുമോ? കോണ്ടന്റ് വീഡിയോസ് ആണ് എല്ലാവർക്കും ഇഷ്ടം, തമാശ വീഡിയോസ്. അപ്പൊ അതിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അല്ലാണ്ട് ആരോടും പേഴ്സണലി അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുത്തോളേണ്ട എന്തിനു പറയുക അങ്ങനെ ചിന്തയൊന്നുമില്ല. നമ്മള് പടത്തിന്റെ ആവശ്യമുണ്ട്, നമ്മൾ അതിൽ ഇൻവോൾവ് ആണ്. അപ്പൊ നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ നല്ല ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങൾക്ക് വരട്ടെ. ചോദ്യങ്ങൾ വരട്ടെ എന്നല്ല, നല്ല ചോദ്യങ്ങൾക്ക് നല്ല ഉത്തരങ്ങൾ എപ്പോഴും നൽകപ്പെടും. അത് ഞാൻ തന്നെ പറയാം. ഓക്കെ. ഈ റീൽസ് ഒന്നും റീച്ച് ആയിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തിലേക്ക് നമ്മൾ എത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എവിടെയായിരിക്കും? റീൽസിനെ ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത വിളി വൈകാതെ വരും എന്ന് വിചാരിച്ച്. അല്ല, ഈ സോഷ്യൽ മീഡിയയിലൊന്നും നമ്മൾ അങ്ങനെ വന്നില്ല. അതിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, അതായത് ഉച്ചയ്ക്ക് എന്താ കഴിച്ചേ, വൈകിട്ട് ഞാൻ അവിടെ പോയില്ല, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. റീൽസ് തുടങ്ങി വിളി വന്നില്ലായിരുന്നെങ്കിൽ അത് തുടർന്നുകൊണ്ടിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ചോദിച്ചെങ്കിൽ അല്ല, റീൽസിലേക്ക് വന്നില്ല. ഇപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരിക്കും ജോലി? ഞാൻ ബൈ പ്രൊഫഷൻ ലോയറാണ്. അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് വിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേര് ഇതുപോലെ ജോലി വിട്ട് ഇതിലേക്ക് വന്നപ്പോഴാണ് ഞാനും വന്ന്. അങ്ങനെ ഞങ്ങളൊരു 3 സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ ചാനൽ തുടങ്ങിയത്. യുറേക്ക സ്റ്റോറീസ്. പുള്ളിയുടെ കൂടെ വേറെ ആൾക്കാരുണ്ട്. ഉണ്ട്. ഇതിൽ ഞാനുള്ളതേ ഉള്ളൂ. അവർക്കും വേറെ വർക്കുകൾ വരുന്നുണ്ട്. ഒരു നന്ദഗോപൻ, വൈശാഖ് എന്ന് പറയുന്ന 2 സുഹൃത്തുക്കൾ. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് തുടങ്ങിയത്. അപ്പൊ അതില്ലായിരുന്നെങ്കിൽ മേ ബി പഴയ ജോലി കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഒരു ലോയർ ആയിട്ട് നമുക്ക് കാണാമായിരുന്നു. പക്ഷെ ഇൻട്രസ്റ്റ് ആദ്യം ഇതായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും തട്ടിത്തിരിഞ്ഞ് ഇതിലേക്ക് എത്തും. വീട്ടുകാരെ നിർബന്ധത്തിന് പോയി പഠിച്ചാണോ? ഏതാ വീട്ടുകാര് നിർബന്ധത്തിന് പോയി പഠിച്ചതാണോ? അല്ല,
ഒരു എന്തെങ്കിലും നമ്മൾ പഠിക്കും പ്ലാൻ ബി ഇതിലേക്ക് എത്തിയില്ലെങ്കിൽ നിന്ന് വേണമല്ലോ എന്നുള്ളത്. ഓക്കെ, എവിടെയായിരിക്കും? മേ ബി BBA ഒക്കെ അല്ലല്ല ഗ്രാജുവേറ്റ് ചെയ്തിട്ട് MBA എടുക്കാൻ UK വല്ലതും പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു പുറത്തു പോകാനായിരുന്നു പ്ലാൻ. അപ്പോഴാണ് ആശീർവായിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിച്ചിട്ട് വീഡിയോ എടുത്തു തുടങ്ങിയത്. അങ്ങനെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും UK എവിടെയെങ്കിലും വല്ല ജോലിക്ക് ചെയ്ത് നടന്നേ. അപ്പൊ പുറത്തു പോകാൻ പറ്റാത്ത വിഷമമുണ്ടോ? ഒരു വിഷമമില്ല. ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അജിൻ എന്ത് പറയണമെന്ന് ഭയങ്കര കൂലങ്കഷമായി ആലോചിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് പോകാൻ വേണ്ടി തന്നായിരുന്നു? മേ ബി ഗൾഫിലായിരിക്കും. പുറത്തോട്ട് ഒരുമിച്ച്? അല്ല, ഞാൻ ഗൾഫിലായിരിക്കും. അവിടെ UK ആയിരുന്നല്ലോ. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട്. അത് നാട്ടിൽ കാണും. നാട്ടിൽ നിൽക്കാനാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടം. നാട് ചിലപ്പം പോകേണ്ടി വരാം. നാട് ഇഷ്ടമല്ലാത്ത അവിടെ പിന്നെ അതിന് മാത്രമുള്ള ഒരു പ്രായത്തിലേക്ക് എത്തിയതുകൊണ്ട് സിനിമ കയറി അതാ ഒരു സമയം കിട്ടിയില്ലായിരുന്നു. അയ്യോ, ചേച്ചി കാണുന്ന പോലെ പ്രായം എത്ര പ്രായം ഉണ്ടെന്നാലും 22 വയസ്സുണ്ട്. അതൊരു വലിയ പ്രായമായതുകൊണ്ടും ജീവിതാനുഭവങ്ങൾ കൂടുതലുള്ളതുകൊണ്ടും ഒന്നും പറയാനില്ലെന്ന്. അല്ല, അപ്പൊ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി ഒരു PG ഒക്കെ ചെയ്ത് PG ഡിഗ്രിക്ക് മുകളിൽ പോകത്തില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് അഡീഷണൽ കോഴ്സും PG ചെയ്യത്തില്ലെന്നോ? ഇനി ഡിഗ്രി വരെ മതി. അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്താണ്. ഡിഗ്രിക്ക് മേളില് പഠിക്കുന്നത്. പിന്നെ വല്ല കോഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വല്ല ടാലിയോ അങ്ങനെ വല്ല പഠിച്ച് ഏതെങ്കിലും പ്രൊഫഷണലി എന്തെങ്കിലും പഠിച്ചിട്ട് പോകുന്നതാണ് ഉദ്ദേശിച്ചത്. വിദേശത്ത് നല്ല സ്കോപ്പ് ഉണ്ട്. വിദേശത്ത് അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നാട്ടില് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒരു ഗെയിം തരാം. ഞാനൊരു 5 വേർഡ്സ് പറയും. ആ വേർഡ്സ് വെച്ച് നിങ്ങളൊരു ഇൻസിഡന്റ് പറയണം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ പേരിൽ തുടങ്ങാം. വാഴ, ലിഫ്റ്റ്, പോലീസ്, ഓക്കെ, കിളി, ചന്ദ്രൻ. ആലോചിക്കാൻ 2 മിനിറ്റ് വേണം. അപ്പൊ ഇവര് പോലീസ്, കിളി പോവാ. ദേവരാജാണോ പറയണ്ട? കിളി, പോലീസ്, ചന്ദ്രൻ. അത് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇത് ആഡ് ഓൺ ചെയ്താൽ മതി. വാഴക്കുല വെട്ടി ലിഫ്റ്റില് മുകളിൽ കൊണ്ടുപോയപ്പോ കിളി വന്ന് കൊത്തി. അത് അങ്ങനത്തെ ഉദ്ദേശിച്ചത്. കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. വാഴക്കുല വെട്ടി ലിഫ്റ്റിൽ കൊണ്ടുപോയപ്പോ ഒരു കിളി വന്ന് കൊത്തി. പിന്നെ എന്താണുള്ളത്? വാഴക്കുല. അല്ല, വാഴ, കിളി, ലിഫ്റ്റ്, ചന്ദ്രൻ. പോലീസ്. അപ്പൊ കിളി ഒത്തേരും പോലീസിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചന്ദ്രനിൽ നോക്കി ഇങ്ങനെ ഇരുന്നു. ഓക്കെ, തരട്ടെ. നെക്സ്റ്റ്, പൂച്ച. ഇനി വേറെയാണോ? അത് പ്രിപ്പയർഡ് ആയിരുന്നു. അയ്യോ, ഇവിടെ വൻ പ്ലാനിങ്. 5 മിനിറ്റ് എടുത്തിട്ട് സ്പോട്ടിൽ എന്ത് പറയുന്നത് അതിലാണ്. അതാ പൂച്ച, വൈഫൈ, കുട, തേങ്ങ, TV റിമോട്ട്. അതിപ്പോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, തിരിച്ചു മറിച്ചും പറയാം. അത് കുഴപ്പമില്ല, ഈ വാക്കുകളിനകത്ത് വരണമെന്നേ ഉള്ളൂ. TV റിമോട്ട് തള്ളിയിട്ട് അത് വന്ന് വീണ് വൈഫൈ പൊട്ടി. വൈഫൈ പൊട്ടി. മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്ക് പോലും മനസ്സിലാവില്ല പറയും. കിട്ടിയില്ല. പൂച്ച, വൈഫൈ, കുട, തേങ്ങ, TV റിമോട്ട്. പൂച്ച TV റിമോട്ട് തള്ളി ഇട്ട് കൊടയിൽ വീണ്. കൊടയും പിടിച്ചോണ്ട് പൂച്ച പോവായിരുന്നു. അപ്പം TV റിമോട്ട് തട്ടി പൂച്ച പോയി. തേങ്ങ ഉടഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്, ബസ് സ്റ്റാൻഡ്, ക്യാമറ, പാൽ, മഴ, പടക്കം. മൂന്നാമതെന്താ? ബസ് സ്റ്റാൻഡ്, ക്യാമറ, പാല്, മഴ, പടക്കം. എന്നാൽ രണ്ടേരും കൂടെ ഒരുമിച്ച് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ബസ് സ്റ്റാൻഡിന്റെ താഴെ ഞാൻ നിന്നപ്പോ മഴ പെയ്ത് ക്യാമറയിൽ നോക്കുമ്പോ എന്നെ കാണിച്ച്. അപ്പൊ എനിക്ക് ഒരു കവർ പാല് വേണമായിരുന്നു. പാല് മേടിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോ അപ്പുറത്തൊരു പടക്കക്കട ഉണ്ട്. പടക്കക്കട പൊട്ടി. പടക്കക്കട പൊട്ടിയോ? പൊട്ടി. ഇവർ രണ്ടുപേരും കണക്ട് ആയി. ഇവിടെ കുറച്ച് കുഴപ്പമില്ല, ഒരു 80% തരട്ടെ. ഒരു 5 വാക്ക് വേഗം തരട്ടെ. ഓക്കെ, ലഡു, കഴുത, ഫാൻ, മീൻ, വീണ. ചോട്ടാ ഭീം ലഡു നിന്ന് കഴുതപ്പുറത്ത് വന്നപ്പോഴത്തേക്കും അല്ല ഇല്ല നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കാല്ലേ അല്ലേ? മീൻ, വീണ. വീണ എന്ന് പറയുമ്പോ മറ്റേ വീണ. ചോട്ടാ ഭീം ലഡു നിന്ന് കഴുതപ്പുറത്ത് വീണയും വായിച്ച് വന്നപ്പോഴത്തേക്കും ഒരു മീൻ തറയെ കണ്ട് അത് എടുത്തോണ്ട് വീട്ടിൽ പോയി. അയ്യോ, ഞാൻ ഈ കളി
ഓക്കെ, ബ്രോയ്ക്ക് വേണ്ടി അലൻ ഹെൽപ്പ് ചെയ്തിരിക്കുന്നു. താങ്ക് യു. ഓക്കെ, അങ്ങനെ വാഴ 2 നമ്മൾ തിയേറ്ററിലേക്ക് എത്തുകയാണ് April 2. നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നല്ലൊരു പടമായിരിക്കും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ, പേരൻസ്, ഫ്രണ്ട്സ്, എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. ഫാമിലി പടമാണ്. അതെ, പിള്ളേർക്കും പറ്റും കേട്ടോ. ഫാമിലി എന്റർടൈനർ. അപ്പൊ ഫാമിലിയിൽ എല്ലാവരും വിടുമല്ലോ, അച്ഛനും അമ്മയും? എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. April 2 എല്ലാവരും വരിക, വന്ന് വിജയിപ്പിക്കുക. ബാക്കി നിങ്ങൾ കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറയാം. അതൊന്നും പ്രേക്ഷകർ നോക്കി പറഞ്ഞാണ്. അത് കുഴപ്പമില്ല, എന്നെ കണ്ടില്ലേ. ഓക്കെ, വേറെ പ്രൊജക്ട്സ് എന്തെങ്കിലും ഇനി ഇറങ്ങാനുണ്ടോ നിങ്ങളുടെ? പ്രോജക്ട്സ് ഇറങ്ങാനില്ല, നോക്കുന്നുണ്ട്. പിന്നെ പണം വഴട്ട് കഴിയട്ടെ, പ്രേക്ഷകരുടെ അഭിപ്രായം നോക്കി നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എല്ലാം പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. ഓക്കെ, ഓൾറെഡി നിങ്ങളൊക്കെ സ്റ്റാർസ് ആണ്. ഇപ്പൊ ഈ സിനിമ ഇറങ്ങുമ്പോൾ കൂടി സൂപ്പർ സ്റ്റാർസ് ആവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.